ഇവർ ഇത് കാണേണ്ടതായിരുന്നു. ഇവർ ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ, യുദ്ധത്തിന് പോകുന്ന മുമ്പ് ഈ സിനിമ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഹായ് ഹലോ വെൽക്കം ടു കോമൺ സെൻസ് പാർവി. ഐ എം സുന്ദർ രാമലക്ഷ്മണൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറി കണക്ട്. ഇവർ ഇത് കാണേണ്ടതായിരുന്നു. ഇവർ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ന് യുദ്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും, എല്ലാ രാജ്യങ്ങളും ഈ സിനിമ കാണേണ്ടതായിരുന്നു. ചോരയുടെ അർത്ഥം അറിയാമെങ്കിൽ, ഒരു മരണത്തിന്റെ വില അറിയാമെങ്കിൽ, അല്ല ജീവന്റെ വില അറിയാമെങ്കിൽ ഇന്ന് ഇവർ ഇത് ചെയ്യത്തില്ലായിരുന്നു. ഇവർക്ക് ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ, യുദ്ധത്തിന് പോകുന്ന മുമ്പ് ഈ സിനിമ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത കുറവായിരുന്നേനെ. ഏത് സിനിമയെ കുറിച്ചാണ് ഞാൻ ഇത് പറയുന്നത്? നിങ്ങൾ ഈ സിനിമ കണ്ട് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരെ അല്ല. അങ്ങനത്തെ ഒരു സിനിമയാണിത്. 1988 ജപ്പാനിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയാണ് ഈ സിനിമ. ഇത് ഒരു ആനിമേറ്റഡ് ഫീച്ചറാണ്. 1.5 hour നീണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ് ഈ ഫിലിം, ഗ്രേവ് ഓഫ് ദ ഫയർ ഫ്ലൈ. ഗ്രേവ് ഓഫ് ദ ഫയർ ഫ്ലൈ. ഇത് മലയാളത്തിലോട്ട് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിൽ മിന്നാമിനുങ്ങളുടെ ശവകുടീരം. അപ്പോൾ ഇത് എങ്ങനത്തെ മൂവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഇസാവോ തകഹാത്ത എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റുഡിയോ ഗിബ്ലി. 1945 കോബെ നഗരം, ജപ്പാനിലെ കോബെ നഗരം, ആ നഗരത്തിൽ ഉണ്ടാകുന്ന എയർ റൈഡുകൾ, ബോംബുകൾ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ പോകുന്നത്. ഈ കഥ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ആരാണ് യുദ്ധത്തെ തുടങ്ങി വിട്ടതെന്നോ ആരാണ് യുദ്ധത്തിനെ കൊണ്ടുപോയതെന്നോ ഈ കഥ പറയുന്നില്ല. മറിച്ച് യുദ്ധത്തിന്റെ കോൺസിക്വൻസസിനെയാണ് ഈ കഥ പറയുന്നത്. യുദ്ധത്തിൽ അഫക്റ്റ് ആകുന്ന ഫാമിലി, അച്ഛന് അമ്മേനെ നഷ്ടപ്പെടുന്ന ഫാമിലിയുടെ കഥയാണ് ഇത് പറയുന്നത്. 2 കുട്ടികളുടെ വഴിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. സെറ്റ്സുവോ എന്ന് പറയുന്ന കൊച്ചു കുരുന്ന് അനിയത്തിയും അദ്ദേഹത്തിന്റെ ചേട്ടനായ ഹോപ്പ് ഐ ആം പ്രൊനൗൺസിങ് ഇറ്റ് റൈറ്റ്. ഈ 2 കൊച്ചു കുട്ടികളുടെ കഥയാണ്. യുദ്ധത്തിൽ ആദ്യം അച്ഛൻ മരിക്കുന്നു, പിന്നീട് അമ്മ മരിക്കുന്നു. മരണം ഈ സിനിമയിൽ കോൺസ്റ്റന്റ് ആണ്. കരയാതെ ഒരു മനുഷ്യൻ ഈ സിനിമ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ചിത്രമാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈ. ഒരു യുദ്ധത്തിന്റെ കോൺസിക്വൻസസ് പറയുന്ന ഒരു കഥയാണ്. കുട്ടികളുടെ സന്തോഷമേറിയ ജീവിതം, അവർ ഓർത്തു നോക്കുന്ന മെമ്മറീസ്, എന്നിട്ട് ഈ കാലത്ത് തന്റെ സ്വന്തം അനിയത്തിയെ ബോംബ് റെയ്ഡിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഓടി ഓടി ഓടുന്ന ഒരു ചേട്ടന്റെ വേദന ഈ കഥ പറയുന്നുണ്ട്. പിന്നെ മാൽ ന്യൂട്രീഷൻ, യുദ്ധം കാരണം പലർക്ക് ഫുഡ് കിട്ടാറില്ല. സ്റ്റാർവേഷൻ, യുദ്ധം കാരണം പലർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടാറില്ല. അതുകൊണ്ട് മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഈ 2 കഥാപാത്രങ്ങൾ യുദ്ധത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളും കടന്നു പോകുന്നു. അത് മാത്രമല്ല, ഈ കഥാപാത്രത്തിന് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ എത്ര തന്നെ ആയാലും കഠിനം വരുമ്പോൾ ആ ബന്ധങ്ങളും സ്വന്തങ്ങളും വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ
കഥ, ഈ കഥയിലെ സഹോദരൻ സഹോദരിയുടെ ആ ബോണ്ട് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഡയറക്ടർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആനിമേഷൻ ആയാലും നമുക്കൊന്ന് ഇതൊരു യഥാർത്ഥ കഥയുടെ ഒരു ഭാഗമെന്ന് തോന്നിപ്പോകും. ഒരു സീനില് ഇവർ ബീച്ചിലോട്ട് കളിക്കുന്ന കോമൺ ആയിട്ട് ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു സീൻ വയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആലോചിച്ചു പോകും, യുദ്ധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടായിരുന്നേനെ എന്ന്. അത് മാത്രമല്ല, ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഡ്രീം സീക്വൻസ് കൊണ്ട് ഒരു അമ്മ, ഒരു അച്ഛൻ, അനിയത്തി, ചേട്ടനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു സീൻ ഇതിലോട്ട് വന്ന്, അപ്പൊ ഒരു ഫാമിലി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സും ഇതിലോട്ട് പോകുന്നുണ്ട്. യുദ്ധം നടന്നില്ലെങ്കിൽ ഈ കുടുംബം ജീവിച്ചേനെ എന്നൊരു തോട്ടും ഇതിലോട്ട് വെക്കുന്നുണ്ട്. അതേ സീൻ കഴിഞ്ഞാൽ അടുത്ത സീനില് യുദ്ധവിമാനങ്ങളെല്ലാം കടന്നുപോയി ബോംബ് റെയ്ഡുകൾ ചെയ്യുന്നുണ്ട്. കോബയിൽ 1945 ജപ്പാനിലെ കോബെ നഗരത്തിൽ 1945 നടന്ന കഥയാണിത്. കഥ യുദ്ധം ബോംബിംഗ് നടന്നതാണ്, പക്ഷെ കഥ ഇമാജിനേറ്റീവ് ആണ്. നമ്മൾ ഒരുപക്ഷെ ആലോചിച്ചു പോകും, ഈ യുദ്ധം നടന്നില്ലെങ്കിൽ ആ രണ്ട് സഹോദരൻ ജീവിച്ചിരുന്നേനെ, അല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇരുന്നേനെ എന്നൊരു ഇമേജ് ഡയറക്ടറിന് കറക്റ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ സിനിമയുടെ സക്സസ്. ബാക്കി യുദ്ധരംഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് റെഞ്ചിങ് ആണ്. അതും ഇതും കാണുമ്പോൾ ബോത്ത് യു ഫീൽ എ ഹെവിനെസ് ഇൻ യുവർ ഹാർട്ട് എന്ന് പറയുന്നത് സത്യമാണ്. സെറ്റ്സുയും സേത്തയുടെ ഒരു കഥയാണത്. ആ സഹോദരിയുടെ എന്താണ് ആ ഒരു റിലേഷനാണ് ഈ മൊത്ത കഥയും പറയുന്നത്. അപ്പോ ഇവിടെ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനിങ് ചെയ്യുന്നുണ്ട്. സെറ്റ്സു ഒരു കൊച്ചുകുട്ടി പറയുന്നു, ഒരു പെൺകൊച്ച്, ഇത്രയും ഒരു നിങ്ങളുടെ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന ഒരു കൊച്ചിന്റെ പ്രായമേ ഉള്ളൂ സെറ്റ്സു എന്ന് പറയുന്ന സഹോദരി കഥാപാത്രത്തിന്. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വയസ്സാണ് ഈ സഹോദരിയുടെ ചേട്ടന്റെ ക്യാരക്ടർ. അപ്പം ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ, അമ്മ എവിടെ, എന്റെ അമ്മ എവിടെ എന്ന് പറയുന്നത് അനിയത്തി ചോദിക്കുന്നതും, അച്ഛൻ എപ്പം വരുമെന്ന് ചോദിക്കുന്നതും, എന്തുകൊണ്ടാണ് മിന്നാമിനുങ്ങൾക്ക് ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതും റിയാലിറ്റിയിൽ നമ്മുടെ യുദ്ധത്തിൽ നിന്നും വരുന്ന വിളവുകളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ചേട്ടന് ആൻസർ പറയാനില്ല. അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, എന്തുകൊണ്ട് എന്തുകൊണ്ട് മിന്നാമിനുങ്ങിന് ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് അവനും പറയാൻ പറ്റുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. യുദ്ധത്തിൽ നിന്നും രണ്ടുപേർക്കും വിശപ്പ്, പട്ടിണി എല്ലാം സഹിക്കേണ്ടി വരുന്നു. ഒരു പക്ഷത്തിൽ അനിയത്തി കഴിക്കാനായിട്ട് പാടത്തു നിന്നും ഫുഡ് കട്ടുകൊണ്ടുവന്ന് കൊടുക്കുന്ന അവസ്ഥയുണ്ട്. അതിനായിട്ട് അവൻ അടി കാണിക്കുന്നുണ്ട്, അതിനായിട്ട് അവൻ ഇങ്ങനെയുള്ളൂ. ഇത് വാറിന്റെ കോൺസിക്വൻസസ് പറയുകയാണ്. ഈ സിനിമ ഇന്ന് യുദ്ധം തുടങ്ങിയവർ എല്ലാവരും കണ്ടിരുന്നെങ്കിൽ ഇന്ന് പല യുദ്ധങ്ങൾ നടക്കത്തില്ല. 1988 നടന്ന കഥയാണിത്. 88 നടക്കുന്നതായിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. 1945 കഥ പറഞ്ഞതാണിത്. എന്നാലും 2024 ഈ കഥയ്ക്ക് ഇനിയും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് യുദ്ധങ്ങൾ ഇനിയും പോയിട്ടില്ല എന്നതാണ് അതിന്റെ അവസ്ഥ. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിന്റെ സമയമല്ല, സമാധാനത്തിന്റെയും മനുഷ്യന്റെ ഉയർച്ചയുടെയും കഥയാണെന്ന്, കാലഘട്ടമാണെന്ന് ഓർക്കുകയാണെങ്കിൽ യുദ്ധങ്ങൾ വേണ്ട എന്ന് പറയാൻ ഈ സിനിമ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവർ ഈ സിനിമ ഒന്ന് കാണണമായിരുന്നു. കണ്ടിരുന്നെങ്കിൽ യുദ്ധം ഇത് വേണ്ടെന്ന് പറഞ്ഞേനെ. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലോട്ട് ജോയിൻ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തൊക്കെയോ കാര്യമുണ്ട്, പലരും ഇത് കാണണം എന്ന് പറയുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ സബ്സ്ക്രൈബ് ടു കോമൺ സെൻസ് ഭാരതി. നിങ്ങളെ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് ബൈ ഫ്രം സുന്ദർ രാമലക്ഷ്മണൻ. ടാറ്റ, ബൈ ബൈ,
ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്.